ജാതിമത ലിംഗഭേദമന്യേ ഭക്തർക്ക് ഭഗവാനെ നേരിട്ട് പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൽ തന്നെ ഈ ക്ഷേത്രം പ്രകൃതി നിർമ്മിതമായ ശ്രീകോവിലും ആൽത്തറയും കൽവിളക്കുകളും സർപ്പക്കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. മഴ, വെയിൽ, കാറ്റ് തുടങ്ങി പ്രകൃതിയുടെ എല്ലാ മാറ്റങ്ങളും നേരിൽ ഉൾക്കൊള്ളുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കാര്യസാധ്യത്തിന് ഭഗവാൻ ശിവന് നേരിട്ട് ധാര നടത്താൻ പറ്റുന്ന ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിലെ പ്രകൃതി നിർമ്മിതമായ ശ്രീകോവിലിന് ചുറ്റും നിലവിളക്ക് കത്തിച്ച് 108 ശിലകളിൽ കൂടി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കി തിരുനടയിൽ ആ ദീപം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കും എന്നതാണ്. കൂടാതെ 108 ശിവക്ഷേത്രത്തിൽ ദർശിച്ച പുണ്യവും പാപമുക്തിയും ലഭിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒത്തുചേരുന്ന സംഗമഭൂമിയായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ 27 ജന്മനക്ഷത്ര വൃക്ഷങ്ങളുണ്ട്. അതിൽ ഭക്തർക്ക് നേരിട്ട് ജലധാര അർപ്പിക്കാം. ഈ ക്ഷേത്രം മേൽക്കൂരയില്ലാത്തതും മാവ്, ആല്, ഇലഞ്ഞി, മറ്റു വള്ളിപ്പടർപ്പുകളാലും കാവുകളും കുളങ്ങളും കൽവിളക്കുകളും പ്രകൃതി നിർമ്മിതമായ ശ്രീലകവുമായി നിലകൊള്ളുന്നു. ഇടനിലക്കാരില്ലാതെ ഭഗവാനെ പൂജിക്കുന്ന ദിവ്യ സങ്കേതമാണ് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് അരികിലായി നല്ല വിശാലമായ ഒരു നെൽപ്പാടം നമുക്ക് കാണാം. ഭഗവാനെ നമുക്ക് നേരിട്ട് പൂജിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രം, പ്രകൃതിയെ ആരാധിക്കുന്ന ക്ഷേത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാം. നാഗരാജാവിന് വളരെയേറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ നിത്യവും അന്നദാനവും ഉണ്ട്. അതുകൂടാതെ ബുദ്ധഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഒരു ക്ഷേത്രം കൂടിയാണിത്. ആലപ്പുഴ ജില്ലയിൽ ബുധന്നൂർ എന്ന പ്രദേശത്താണ് ശ്രീ വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കരയിൽ നിന്ന് 11 കിലോമീറ്ററും ചെങ്ങന്നൂരിൽ നിന്ന് 8 കിലോമീറ്ററും ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. പ്രതിഷ്ഠ ഇല്ലാത്ത ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും പല കാരണങ്ങളാലും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്.